ഒരു വിഭാഗത്തിന്റെ പ്രത്യേകമായ ഒരു അവകാശമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ജാതീയമായ ഒരു വേർതിരിവുണ്ടാക്കുന്നതിന് കൂടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. തന്റെ പേര് മാത്രം വേണമെന്ന് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുണ്ടായിട്ടുള്ളത്. ആ MP ഫണ്ട് ഉപയോഗിക്കരുത് എന്ന് അന്നത്തെ നഗരസഭാ ചെയർപേഴ്സന് നിർദ്ദേശം നൽകിയത് MLA ആണ്. പിന്നെ പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ഇടപെട്ട് കരാറുകാരനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കരാറുകാരനോട് വൈകിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നത് ശുദ്ധ കളവാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 കരാറുകാരാണ് അവിടെ ഉള്ളത്. 2 കരാറുകാരുമായി ഒരു കാര്യവും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഒരു ഫോൺ കോൾ പോലും അവരുമായി ഞാൻ ചെയ്തിട്ടില്ല. പൊതു ശ്മശാനത്തിനുമായി ബന്ധപ്പെട്ട് MLA നടത്തിയിട്ടുള്ള പ്രസ്താവന ശുദ്ധ കളവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ആയിരുന്നു. MLA ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു. പട്ടാമ്പി നഗരസഭ ഭരണത്തിന് നേതൃത്വം നൽകിയിരുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. ആ സമയത്തൊന്നും പൂർത്തീകരിക്കാത്ത ശ്മശാനം പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം പൂർത്തീകരിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇനി 10 ദിവസം അവിടെ 10 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന പ്രവൃത്തി മാത്രമേ അവിടെ ഉള്ളൂ എന്ന്. ആ 10 ദിവസത്തെ പ്രവൃത്തി എന്തുകൊണ്ട് പൂർത്തീകരിച്ചില്ല എന്ന് മറുപടി പറയേണ്ടതും അദ്ദേഹം തന്നെയാണ്. പിന്നെ പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ഇടപെട്ട് കരാറുകാരനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കരാറുകാരനോട് വൈകിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നത് ശുദ്ധ കളവാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 കരാറുകാരാണ് അവിടെ ഉള്ളത്. 2 കരാറുകാരുമായി ഒരു കാര്യവും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഒരു ഫോൺ കോൾ പോലും അവരുമായി ഞാൻ ചെയ്തിട്ടില്ല. അത് സ്വതന്ത്രമായി MLA നേരിട്ട് അദ്ദേഹത്തിന്റെ ഫണ്ട് വഴി നടത്തുന്ന ഒരു പ്രവർത്തനം അത്രയും നമ്മളതിൽ കണക്കാക്കിയിട്ടുള്ളൂ. മാത്രമല്ല കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുനിസിപ്പാലിറ്റി ഭരണസമിതിയുടെ കാലത്താണ് MP അതിലേക്ക് ഫണ്ട് അനുവദിച്ചത്. ആ MP ഫണ്ട് ഉപയോഗിക്കരുത് എന്ന് അന്നത്തെ നഗരസഭാ ചെയർപേഴ്സന് നിർദ്ദേശം നൽകിയത് MLA ആണ്. ആ MPയുടെ ഫണ്ട് വാങ്ങാതിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഓഫീസിൽ കാലതാമസം വരുത്തി വെച്ച് ഇത്രയും ദീർഘിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രവൃത്തി നടത്തിയതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഗവൺമെന്റും ഉള്ള സമയത്താണ്. അതല്ലെങ്കിൽ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് MP ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ച് ക്രിമിറ്റേറിയം തുറന്നു കൊടുക്കാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അപ്പൊ ഒരു ഭാഗത്ത് MLA ഫണ്ട് ചെലവഴിക്കണം, MLAക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടണം. ഒരു ഭാഗത്ത് MP ഫണ്ട് ചെലവഴിക്കാൻ പിന്നെ തടസ്സം നിൽക്കുന്ന ഇരട്ടത്താപ്പ് നയമാണ് അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ പട്ടാമ്പി പൊതു ശ്മശാനം എന്ന് പറയുന്നത് പരിപൂർണമായി MLA ഫണ്ട് ഉപയോഗിച്ചല്ല നിർമ്മിച്ചിട്ടുള്ളത്. നഗരസഭയുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലം അവിടെ മുമ്പ് നഗരസഭ കെട്ടിടം പണിത് പൂർത്തീകരിച്ചിരുന്നു. അതിന്റെ അറ്റകുറ്റപ്പണികളും ചുറ്റുമതിലും ഇന്റർലോക്ക് പ്രവൃത്തിയും ഒരു ബർണറും ഒരു മെഷീനും ആണ് പിന്നെ ഈ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്തത്. ഇനി MP ഫണ്ട് ഉപയോഗിച്ച് ഒരു മെഷീൻ കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി 2 മെഷീൻ എന്നതിലേക്ക് നഗരസഭ എത്തും. ഇപ്പൊ നഗരസഭയുടെ അനുവാദം വാങ്ങാതെ നഗരസഭയുടെ സമ്മതം വാങ്ങാതെ ഈ പ്രവർത്തികളൊക്കെ പൂർത്തീകരിച്ചതിന് പുറമെ അതിന്റെ കവാടത്തിൽ MLA മുഹമ്മദ് മുഹ്സിൻ എന്ന പേര് മാത്രം എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം അതിനൊരു ബോർഡ് വെക്കാൻ തീരുമാനിച്ചത് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ ഒരു അംഗം യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. അതിന് സ്നേഹതീരം എന്ന പേരും പിന്നെ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ നഗരസഭ അറിയാതെ നഗരസഭയോട് കൂടിയാലോചന നടത്താതെ നഗരസഭയുടെ കൈവശം ഉള്ളൊരു പ്രോപ്പർട്ടി തൻ്റെ പിന്നെ ഫണ്ട് അതിൽ വെച്ചു എന്നതിന്റെ പേരിൽ മാത്രം MPയുടെ പിന്നെ പേര് മറച്ചു വെച്ചുകൊണ്ട് നഗരസഭയുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് അത് MLA ഫണ്ട് മാത്രമായി ഉപയോഗിക്കുന്നതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി ഇത്തരം പ്രവൃത്തി കുറെ കാലങ്ങളായി പട്ടാമ്പി നഗരസഭയുടെ പല പ്രദേശങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഇപ്പൊ പട്ടാമ്പി പല സ്കൂളുകളിലെ കെട്ടിടമൊക്കെ സർക്കാർ തരും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും
ഇതുപോലെ തന്നെ ഒരു ഗേറ്റിന്റെ മുകളിൽ ഒരു ബോർഡ് വെക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ച് എല്ലാ വികസന പ്രവർത്തനങ്ങളും നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങളും ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളും അത് തൻ്റെതാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരു ജനാധിപത്യത്തിൽ അത് ചോദ്യം ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. ഇന്നത്തെ യോഗത്തിൽ, ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ ഒരു UDF അംഗം തന്നെയാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണത ചോദ്യം ചെയ്തത്. ആയതുകൊണ്ട് തന്നെ അത്തരം ഒരു നിർദ്ദേശം നൽകാൻ നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറിയോട് അങ്ങനെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ പേര് മാത്രം ഇല്ലാതെ നഗരസഭയുടെ, MLA-യുടെ, MP-യുടെ എല്ലാവരും സംയുക്തമായി ചെയ്ത ഒരു പദ്ധതിയായി അതിനെ കാണണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ പേര് മാത്രം വേണമെന്ന് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. ഒരു കാരണവശാലും ഞങ്ങൾ ഇത് ദീർഘിപ്പിക്കാനോ വൈകിപ്പിക്കാനോ നഗരസഭ തയ്യാറല്ല എന്ന് മാത്രമല്ല, അത് നഗരസഭ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റൊന്ന്, ഒരു വിഭാഗത്തിന്റെ പ്രത്യേകമായ ഒരു അവകാശമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ജാതീയമായ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നതിന് കൂടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലമായി പട്ടാമ്പിയിലെ ജനപ്രതിനിധിയാണ്. ഈ 10 വർഷം ഈ ജാതിയും ഈ മതം ഈ സൗഹാർദ്ദമൊക്കെ ഇപ്പൊ ഈ നാട്ടിൽ നിലവിലുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഒരു വികാരം ഒരു വിഭാഗത്തിന് നഗരസഭക്കെതിരായി തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ ശ്രമം മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അത്തരത്തിലുള്ള തെറ്റായ പ്രവണതയിൽ നിന്ന് അദ്ദേഹം പിന്മാറണമെന്നാണ് നഗരസഭയ്ക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നഗരസഭയുടെ ഫണ്ട് നഗരസഭയുടെ ഫണ്ടാണെന്നും MP ഫണ്ട് MP ഫണ്ടാണെന്നും അംഗീകരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സ്വർണം ഒരു അമൂല്യനിധിയാണ്. ഒപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അടച്ചു സൂക്ഷിക്കുന്നതിലല്ല, പകരം അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.